Hi everyone, I'm Kavita. Welcome to Sugar and Spice. വാളൻപുളി ഉപയോഗിച്ച് നമ്മുടെ റെസ്റ്റോറൻറ്റിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു നാടൻ ഫിഷ് കറിയാണ് നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ കറിക്ക് വേണ്ടി ഞാനിവിടെ അയിലയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അയില മഞ്ഞളും മുളകും ഉപ്പും ചേർത്ത് പെരക്കി വെച്ചു. പിന്നെ ഇത് കറിക്ക് വേണ്ടിയിട്ട് 2 തക്കാളി, ഒരു അരക്കഷ്ണം ഉള്ളി നീളത്തിലരിഞ്ഞത്, 4 പച്ചമുളക്, ഓരോ ടേബിൾ സ്പൂണും വീതം ഇഞ്ചിയും വെളുത്തുള്ളിയും. പിന്നെ ഇത് അരപ്പിനായിട്ട് തേങ്ങ, ഉള്ളി ഒരു ചെറിയ കഷ്ണം, മഞ്ഞൾപ്പൊടി, ഒരു പച്ചമുളക്, ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം. പിന്നെ ഇത് വറുത്തിടാനായിട്ട് കടുകും ഉലുവയും വറുത്തിടും, അതിനൊപ്പം ഉള്ളിയും കറിവേപ്പിലയും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യേണ്ടത് നോക്കാം. അപ്പോൾ നമുക്കൊരു മീൻചട്ടിയിൽ വെള്ളം ഒഴിക്കാം. ഒരു കപ്പാണ് ഞാനിപ്പം ഒഴിച്ചിരിക്കുന്നത്. അതിലേക്ക് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻഗ്രീഡിയൻറ്റ് ഞാൻ പറയാൻ മറന്നു, അത് ഒരു പുളി ആവശ്യമുണ്ട്. അപ്പം ഞാൻ ഈ കോൺസെൻട്രേറ്റഡ് പുളിയാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് റെഗുലർ പുളി ഉപയോഗിക്കാം. ഒരു ചെറിയ ഒരു ഉണ്ട കുതിർത്തി വെച്ചിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഞാനിതിലേക്ക് 1 ടീസ്പൂൺ ഇത്രയും പുളി ഇടാണ്. അതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന തക്കാളി, ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം ആ കറിയിൽ ആഡ് ചെയ്തു. ഒന്ന് ഇളക്കി കൊടുക്കാം. ആ പുളിയുടെ ഒരു കറുപ്പുണ്ടാവും അതിൽ, അത് കുഴപ്പമില്ല. പിന്നെ നമുക്കിതിൽ 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്രയും ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് ഈ കറിയൊന്ന് മൂടി വയ്ക്കാം. എന്നിട്ട് അത് തിളയ്ക്കുന്ന നേരം കൊണ്ട് നമുക്ക് അരപ്പൊന്ന് റെഡിയാക്കാം. കറി ഒരു വിധം തിളച്ചിട്ടുണ്ട്. നമുക്കിത് തുറന്ന് അതിൽ മത്സ്യം ചേർക്കുന്നതിന് മുമ്പേ ആയിട്ട് നമുക്കൊരു ഇത്തിരി ഒരു 1/4 തൊട്ട് 1/2 ടീസ്പൂൺ വരെ ഉലുവപ്പൊടി അതൊന്ന് ആഡ് ചെയ്യാം. എന്നിട്ട് നമുക്കിതിൽ ഇതൊന്ന് ഇളക്കി കൊടുത്ത് നമുക്കിതിൽ നമ്മുടെ മത്സ്യ കഷ്ണം ചേർക്കാം. ഏത് മത്സ്യം വേണമെങ്കിലും ഉപയോഗിക്കാം. ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ എന്നൊക്കെ പറഞ്ഞപ്പം ഞാനിവിടെ അയില ഉപയോഗിച്ചു എന്നേ ഉള്ളൂ. കുറച്ച് നാടൻ സ്റ്റൈലിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമുക്കിതിൽ ഇനി കൂടുതൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ചെറിയ തീയിലാണ് നമ്മൾ വേവിക്കുന്നത്. ഹൈ ഫ്ലെയിം ഇടരുത്, കാരണം പെട്ടെന്ന് മത്സ്യം കുക്കാവും. എന്നാൽ വെള്ളമൊക്കെ വറ്റിയിട്ട് അതിൽ മത്സ്യത്തിന് മസാല പിടിക്കാനുള്ള സമയം ഉണ്ടായിന്ന് വരില്ല. അപ്പോൾ നമുക്കിത് അടച്ചു വെച്ച് കുറച്ച് നേരം കുക്ക് ചെയ്യാം. നമ്മുടെ മത്സ്യം റെഡി ആയിട്ടുണ്ടാവും ഒരുവിധം. നമുക്ക് ഈ സ്പൂൺ വയ്ക്കുന്നതിന് പകരം ഈ പാത്രം ഒന്നിങ്ങനെ ചുറ്റിച്ചു കൊടുക്കാം. നമ്മൾ ആദ്യം മത്സ്യത്തിൽ പെരക്കുമ്പോൾ ഇട്ടുണ്ടായിരുന്ന ആ ഉപ്പ് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം കുറച്ചും കൂടി ഉപ്പ് ആവശ്യം ഉണ്ടാവും. അപ്പോൾ അത് നമുക്ക് ഈ സാഹചര്യത്തിൽ ചേർത്ത് കൊടുക്കാം. നമ്മൾ ഉലുവപ്പൊടി ഇട്ടേക്കുന്നത് അതിൽ മത്സ്യം ഉടയാതിരിക്കാനാണ്. പിന്നെ ഞാൻ ആ അരപ്പ് റെഡിയാക്കിയിട്ടുണ്ട്. നമുക്ക് ആ അരപ്പ് ചേർക്കാം. അരപ്പ് ചേർത്തിട്ട് വല്ലാതെ തിളപ്പിക്കാൻ പാടില്ല. നമ്മുടെ അരപ്പൊക്കെ ചേർത്ത് നന്നായി അത് മിക്സായിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ ഈ അടുപ്പ് ഇലക്ട്രിക് അടുപ്പായ കാരണം
ഇതിലിപ്പോൾ ഓഫ് ചെയ്താലും ഒരു 10 മിനിറ്റ് എന്തായാലും അതിൻ്റെ ഒരു ചൂട് അവിടെ ഉണ്ടാവും. അപ്പോൾ അത് കാരണം ഞാൻ അടുപ്പ് ഓഫ് ചെയ്തു. അപ്പോൾ അത് ആ ചൂട്ട് തന്നെ ഇരിക്കുമ്പം അതിന് മറ്റത് അധികമായിട്ട് വെന്ത് കഷ്ണമൊക്കെ ഉടഞ്ഞു പോവും. കഷ്ണമൊക്കെ നല്ല കറക്റ്റിലാണുള്ളത്. ഞാനിതിപ്പോൾ ഇവിടെ മൂടി വെക്കുകയാണ്. നമുക്ക് വറുത്തിടാം. നിങ്ങളുടെ സാധാരണ ഗ്യാസിൻ്റെ അടുപ്പാണെന്ന് വെച്ചാൽ അത് നിങ്ങളൊരു ഇത് അരപ്പ് ചേർത്തതിന് ശേഷം ചെറിയ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ്, അതിൽ കൂടുതൽ വെക്കരുത്. ഞാനിവിടെ വറുത്തിടാനുള്ള പാത്രം വെച്ചിട്ടുണ്ട്. പാത്രം ചൂടായി കഴിഞ്ഞു. അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇട്ടു. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുകും 1/2 ടീസ്പൂൺ ഉലുവയും ചേർത്ത് കൊടുക്കാം. പൊട്ടിത്തുടങ്ങുമ്പം കറിവേപ്പില ചേർക്കാം, കുറച്ച് ഉള്ളി. ശരിക്ക് ചെറിയ ഉള്ളിയാണ് ഉപയോഗിക്കേണ്ടത്, അതായിരിക്കും കുറച്ചും കൂടി ടേസ്റ്റ്. ഞാനിപ്പോൾ തൽക്കാലം ഇവിടെ വലിയ ഉള്ളി ചെറുതായി മുറിച്ചിട്ട് അതാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത് കുറച്ച് നേരം അടച്ചു വയ്ക്കാം. നമ്മുടെ വറവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് കരിയുന്നതിൻ്റെ മുന്നേ നമുക്ക് ഈ കറിയിലേക്ക് അത് ചേർക്കാം. അപ്പോൾ നമ്മുടെ ഫിഷ് കറി ഇവിടെ റെഡിയായി. ഈ വറവിൻ്റെ ഫ്ലേവറൊക്കെ ഒന്ന് ഉള്ളിലേക്ക് കയറാനായിട്ട് നമുക്കതിനെ കുറച്ച് നേരം ഒന്ന് അടച്ച് വെക്കാം. ഫിഷ് കറി എപ്പോഴും പിറ്റേന്നത്തേക്കായിരിക്കും കൂടുതൽ ടേസ്റ്റ്. എന്നാലും ഈ കറി ഇപ്പോൾ ഉണ്ടാക്കിയ ഉടനെ കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ്. ഭംഗിക്കായിട്ട് ഞാനിതിൽ 2 കറിവേപ്പില വയ്ക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഇഷ്ടമാവും.